നമ്മുടെ എല്ലാവരുടെയും ലൈഫിലും രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. തീർച്ചയായിട്ടും ഒരു വീട്ടമ്മയാണെങ്കിൽ മക്കളെയും ഹസ്ബൻഡിനെ ഒക്കെ പറഞ്ഞയക്കണമെങ്കിൽ എല്ലാ ജോലിയും ചെയ്തു തീർക്കണമെങ്കിൽ രാവിലെ എഴുന്നേറ്റേ പറ്റുള്ളൂ. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോവാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കണം, വർക്ക് ചെയ്യുന്നവരാണെങ്കിലും രാവിലെ എഴുന്നേൽക്കണം. പക്ഷെ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി ഞാൻ എന്റെ കാര്യം പറയാം. ചെറിയ പ്രായം തൊട്ട് തന്നെ, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ഒന്നും രാവിലെ എണീച്ച് പഠിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എനിക്കൊരു 5:30, ഓൾമോസ്റ്റ് ഒരു 5:30 മുന്നേ ആയിട്ടുള്ള സമയങ്ങളിൽ എഴുന്നേൽക്കാനേ പറ്റില്ല. എഴുന്നേറ്റാൽ എനിക്ക് വൊമിറ്റിംഗ് വരും, എനിക്ക് ഛർദി വരും കേട്ടോ. എനിക്ക് പറ്റേയില്ല. പക്ഷെ എനിക്ക് രാത്രി എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. അതേപോലെ ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നവരായിരിക്കും, പക്ഷെ രാത്രി ഉറങ്ങാതിരിക്കാൻ പറ്റില്ല ഒരുപാട് പേർക്ക്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ജനറ്റിക്കലി ഉണ്ടാവുന്ന കേട്ടോ. നമ്മുടെ ഹോർമോണിന്റെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ചെറിയ ആൾക്കാർ ആ രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയമായി കഴിഞ്ഞാലും, നിങ്ങൾ എഴുന്നേൽക്കുന്ന കാര്യങ്ങളായിക്കോ എന്തായിക്കഴിഞ്ഞാലും അത് നിങ്ങളുടെ ഹെൽത്തിനും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലാണെങ്കിൽ, ഇപ്പൊ എനിക്കൊക്കെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ വൊമിറ്റിംഗ് ഉണ്ടാവുന്ന സമയത്ത് പിന്നീട് എനിക്ക് ആ ദിവസം മുഴുവൻ എനർജി ലോസ് ആയിരിക്കും. അപ്പൊ ഈ രാവിലെ എഴുന്നേറ്റ് കൊണ്ട് എനിക്ക് എന്ത് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ ഒരുപാട് ചേഞ്ച് ആയി, നമ്മുടെ ഏജിൽ ചേഞ്ച് ആയി, വ്യത്യാസം. എനിക്ക് ഓൾമോസ്റ്റ് ഒക്കെ കുറച്ച് ഒരു 5:30 ഒക്കെ ആകുമ്പോൾ എഴുന്നേക്കാൻ പറ്റും കേട്ടോ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു 6 o'clock എഴുന്നേറ്റാൽ വരെ എനിക്ക് വായിൽ ബ്രഷ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചെറിയ ആൾക്കാർക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവരും രാവിലെ എഴുന്നേറ്റാൽ മാത്രമേ, അല്ലെങ്കിൽ എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റാൽ മാത്രമേ നല്ല നല്ല ഗുണങ്ങൾ കിട്ടൂ എന്ന് പറയുമ്പോൾ എനിക്കത് കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് ഗുണങ്ങൾ കിട്ടുന്ന വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ രാവിലെ 10 മണിക്ക് പോകേണ്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് 10 മണിക്ക് പോകാൻ ഏത് സമയത്താണ് നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നത് ആ സമയത്ത് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റാലും നിങ്ങളുടെ ദിവസം നല്ല ദിവസമായിരിക്കും. നിങ്ങൾക്കായിട്ട് സമയം കണ്ടെത്തണം ആ ദിവസം. നിങ്ങളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഹറിബറി ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫും ഇതേപോലെ ഭയങ്കര ഹറിബറി ആയിട്ട് പോകും. അല്ലെങ്കിൽ ആ ദിവസവും നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് പഠനം ഒരു സുഖമുള്ളതല്ല. നിങ്ങൾ എല്ലാം ഹറിബറി ആയിട്ട് ചെയ്തിട്ട് നിങ്ങൾ പണിയൊക്കെ കഴിഞ്ഞൊന്ന് ഇരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആയിരിക്കും അല്ലെ. അതാ പറയുന്നുള്ളൂ കേട്ടോ. എന്റെ ലൈഫിൽ ഞാൻ അങ്ങനെയാ ചിന്തിക്കാറ്. ഇത് എത്രമാത്രം സത്യാവസ്ഥയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ഹെൽത്ത് വൈസ് എങ്ങനെയാണോ ഗുഡ്, ആ രീതിയിൽ ആ ഒരു സമയം നോക്കി എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുക. പലർക്കും രാവിലെ എഴുന്നേൽക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ പഠിക്കുന്ന മക്കളാണെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും. അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് കുറച്ച് കാര്യങ്ങൾ ചെയ്യാതിരിക്കണം. അതേപോലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ദിവസം ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. ഞാൻ ടൈം ഒന്നും ഇവിടെ പറയണില്ല. നിങ്ങളുടെ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര മണിക്കാണോ പോകേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ടൈം വെച്ച് എഴുന്നേക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പരിശീലിക്കുക കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഇവിടെ പറയാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത 2 കാര്യം കേട്ടോ. പലരും രാത്രി ഒരുപാട് ലേറ്റ് ആവാതെ ഉറങ്ങാൻ. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്ത പോലെ പറ്റണം എന്നില്ല. ചില ദിവസങ്ങളിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളൊക്കെ വരാം. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചിലപ്പോൾ ഉറങ്ങാൻ ഡിലേ ആവാം അല്ലെ. ഡിലേ ആയി കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര നമ്മൾ തലേ ദിവസം എല്ലാവരും നന്നായിട്ട് ഓടി ചാടി വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡും ആയിരിക്കും. അപ്പൊ ഉറങ്ങി എഴുന്നേക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അലാറാണ്. ഞാൻ ഇപ്പോഴും ഇപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് അലാറം വെക്കുക എന്നുള്ളത്. ഈ അലാറം വെക്കാതെ ഇരിക്കാൻ പറ്റുന്നവരാണ് ഏറ്റവും ഭാഗ്യമുള്ളവർ ഞാൻ വിശ്വസിക്കാറുണ്ട് കേട്ടോ. എന്റെ ഹസ്ബൻഡൊന്നും അലാറം വെക്കാതെ തന്നെ എഴുന്നേക്കാൻ പറ്റും ടൈമിന് കറക്റ്റ് ആയിട്ട്. പക്ഷെ എനിക്ക് ഇപ്പോഴും പറ്റാറില്ല കേട്ടോ അലാറം വെക്കാതെ എഴുന്നേക്കാൻ. പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ അലാറത്തിന്റെ സൗണ്ട് കേട്ട് നമ്മൾ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ നമ്മൾ സ്വന്തമായിട്ട് ഒരു പാറ്റേണിലേക്ക് വന്നിട്ട് എഴുന്നേക്കുന്ന കേട്ടോ. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ വരുന്നൊരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് അത്രയും ആയിരിക്കും. നിങ്ങൾ അലാറം ഒന്നും വെക്കാതെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എഴുന്നേക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, എനിക്ക് മുന്നേ ഒക്കെ പറ്റാറുണ്ട് കേട്ടോ. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊന്നും നമ്മളെ വീട്ടിലൊന്നും അലാറും ഇല്ല, ഫോണും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ ഭയങ്കര ടയർഡാണ്. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും രാത്രി ഉറങ്ങാനും ചില സമയം രാത്രി ഉറക്കം കിട്ടാറില്ല, മോള് ഉറങ്ങാത്തത് കൊണ്ട്. അതുകൊണ്ട് വളരെ ടയർഡാണ്. എഴുന്നേക്കുക എന്നുള്ളത് അലാറം വിളിച്ചാൽ മാത്രമേ എഴുന്നേക്കാൻ പറ്റാറുള്ളൂ. പക്ഷേ അപ്പൊ അലാറം വെച്ചേ പറ്റൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, അലാറം വെച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്ത് പിന്നെയും കിടക്കുക. നമ്മൾ ചിലപ്പോൾ 2-3 അലാറം ഒക്കെ സെറ്റ് ചെയ്ത് വെക്കും അല്ലേ. ഞാനൊക്കെ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അലാറം തന്നെ ഓൺ ദ സ്പോട്ടിൽ എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് അലാറം വെക്കാതെ എഴുന്നേക്കാൻ ശീലിക്കുക. അങ്ങനെ ഒരു പാറ്റേൺ കൊണ്ടുവരാൻ വേണ്ടി ശീലിക്കുക. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ, അലാറം നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് അലാറം ബെല്ല് കേൾക്കുമ്പോൾ തന്നെ എഴുന്നേൽക്കാൻ വേണ്ടി പഠിക്കാം. അല്ലാതെ അലാറം നിങ്ങൾ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കുക. അത് വളരെ, നമ്മളുടെ ഒരു ദിവസം നിങ്ങൾ രാവിലെ ഒന്ന് ആലോചിക്കും, നമ്മൾ ഇങ്ങനെ മടി പിടിച്ച് കിടക്കുക, നമ്മൾ ഒരാളെ വിളിച്ചുകൊണ്ടിരിക്കുക, എഴുന്നേക്കുന്നത്. പലപ്പോഴും ഇനിയിപ്പോ പാരന്റ്സ് ഒക്കെ വിളിക്കുന്ന മക്കളാണെങ്കിൽ അവരോട് പറയാൻ, അമ്മ ഒരു പ്രാവശ്യം വിളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സഡൻലി എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ മനസ്സിന് നല്ലൊരു പോസിറ്റിവിറ്റി ആട്ടോ. നമ്മൾ
നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മടിയിലാണെങ്കിൽ നമ്മൾ ലൈഫിന് ആ ദിവസം എത്ര മടി പിടിച്ചതായിരിക്കും, നമ്മൾ ലൈഫ് ലോങ് എത്ര മടി പിടിച്ചതായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കാം. അതുകൊണ്ട് തന്നെ ഒരു ദിവസം രാവിലെ അലാറം അടിച്ച് തന്നെ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് എന്തായാലും പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇത് നമുക്ക് ഫസ്റ്റ് തരുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫസ്റ്റ് വൈബാണ് ഈ പറയുന്ന എഴുന്നേൽക്കൽ എന്ന് പറയുന്നത്. അത് നമ്മൾ മടി പിടിക്കാതെ അല്ലെങ്കിൽ മടി പിടിച്ച് കിടക്കാതെ, പലരും ചിലപ്പോൾ അലാറം ഓഫ് ചെയ്തിട്ട് ചിലപ്പോൾ കുറച്ചു നേരം കിടക്കാട്ടോ, ചിലപ്പോൾ ഉണർന്നിട്ട് തന്നെ ആയിരിക്കാം, എന്നാലും കുറച്ചു നേരം ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുക. അതും ചെയ്യാതിരിക്കുക. അലാറം അടിച്ചാൽ ഓൺ ദ സ്പോട്ടിൽ എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കാം. അതോടൊപ്പം ചാടി എഴുന്നേക്കാന്നല്ല കേട്ടോ, നമ്മുടെ ഇവിടെ അമ്മച്ചിക്കൊക്കെ പെട്ടെന്ന് ചാടി എഴുന്നേച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് ഒരു കറക്കം വരും, തല ചുറ്റൽ വരും. അങ്ങനെയല്ല, പതുക്കെ എഴുന്നേക്കുക. പക്ഷെ നമ്മൾ ആ ഒരു എഴുന്നേൽക്കുകയാണ് എന്നുള്ള ഒരു പോസിറ്റിവിറ്റിയോടുകൂടി എഴുന്നേക്കാട്ടോ. അതോടൊപ്പം പറയാനുള്ള രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഇതാട്ടോ, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഇതാണ്. ഇനി നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെ, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ഫോൺ എടുക്കുക എന്നുള്ളതാണ്. ഫോൺ എടുക്കുക എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് അവിടെ വെക്കുക. ഫോൺ ഓൺ ആക്കി നെറ്റൊക്കെ ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് വന്ന നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും നോക്കാം. അതേപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റീൽസ് കാര്യങ്ങളൊക്കെ നോക്കി കുറച്ചു നേരം കിടക്കുക. അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ലൈഫിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത, നമ്മളിപ്പോ ഒരു ഇൻസ്റ്റാഗ്രാം ഓൺ ആക്കാണ്, എന്ത് ഓൺ ആക്കുകയാണെങ്കിലും ചിലപ്പോൾ എപ്പോഴും അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ വരണം എന്നില്ല കേട്ടോ. ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ നമ്മുടെ ലൈഫിലേക്ക് അതാണ് രാവിലെ തന്നെ കടന്നു വരുന്നതെങ്കിൽ നമുക്കതൊരു ഭയങ്കര, നമ്മൾ വിചാരിക്കും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ലല്ലോ എന്ന്, പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും അതിങ്ങനെ കിടക്കും, ഒരു ബാഡ് വൈബായിട്ട്. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാവുന്ന കാര്യം ഈ പറയുന്ന ഫോണിലേക്കൊന്നും പോവാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഫോൺ എന്ന് പറയുന്നത് തീരെ ഓണാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. എനിക്ക് എഴുന്നേറ്റ് ഉടൻ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് എന്താ ചെയ്യുന്നതെന്ന് പറയാട്ടോ, ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ഫോൺ ഓൺ ആക്കാറുണ്ട്. കാരണം പലപ്പോഴും മോളുടെ സ്കൂളിൽ നിന്നൊക്കെ രാവിലെ ആയിരിക്കും ടീച്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടാവുക. ഞാൻ നോക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, ലേറ്റ് ആയിട്ട് നോക്കുന്നെങ്കിൽ എനിക്കത് വലിയ പണിയാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ഓൺ ചെയ്യും, വാട്സപ്പ് മാത്രം ഒന്ന് ഓൺ ചെയ്ത് നോക്കും എന്താണ് എന്നുള്ളത്, അത്ര മാത്രം കേട്ടോ. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റയിലേക്കോ ഷോർട്സിലേക്കോ അങ്ങനെ ഒന്നും പോവാതെ ഇത് മാത്രം നോക്കിയിട്ട് വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അല്ലാതെ ഫോൺ അധികം യൂസ് ചെയ്യാതിരിക്കുക. ഈ ഒരു കാര്യം, നിങ്ങൾ ഈ രണ്ട് കാര്യം രാവിലെ ചെയ്യാതിരുന്നാൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് കാണാൻ പറ്റും കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം രാവിലെ എഴുന്നേറ്റാൽ എന്നുള്ള ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ലൈഫിന്റെ നമ്മുടെ ലൈഫിന്റെ ഒരു മൂഡേ മാറി കിട്ടും കേട്ടോ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. ചില സമയം രണ്ട് മക്കളെ ഇങ്ങനെ നോക്കും കുറച്ചു നേരം, എന്തെങ്കിലും സൈലന്റ് ആയിട്ട് ഇരിക്കും. ഈ സൈലന്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യം ചിന്തിക്കാതിരിക്കുക. നമ്മളിപ്പോ രാത്രി ചിലപ്പോൾ കിടക്കുമ്പോഴൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചിന്തിച്ചേക്കുമ്പോൾ ഉറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും കുറച്ചു നേരമെങ്കിലും നമ്മളെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചായിരിക്കും കിടക്കുന്നുണ്ടാവുക. പിന്നീട് നമ്മളൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയിട്ട് നമ്മളെ മൈൻഡൊക്കെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് രാവിലെ എഴുന്നേക്കാണ്. അപ്പൊ വേണ്ടാത്ത ഒരു ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് വരില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കോ, ഒരാളുടെ മനസ്സിലേക്ക് അങ്ങനെ വേണ്ടാത്ത ചിന്തകളൊന്നും വരില്ല. ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അത് നമ്മുടെ മനസ്സിലേക്ക് വരിക. അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു ഒന്നുമില്ലാത്ത ഒരു മൈൻഡ് ആയിരിക്കും നമുക്ക് രാവിലെ. ആ മൈൻഡിൽ തന്നെ ഇരിക്കുക, സൈലന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പഠിക്കാം. അതോടൊപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളതാട്ടോ. രാവിലെ എഴുന്നേറ്റ് തന്നെ പ്രാർത്ഥിക്കുക. നമുക്ക് വിശ്വാസമുള്ള നമ്മുടെ ഈ ദൈവത്തിലും പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് ഇരിക്കുക. ഈ കാര്യം ചെയ്യുക, ഇത് മസ്റ്റായിട്ട് ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഇന്നൊരു ദിവസം നൽകിയതിന് നന്ദി പറയാനോ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾക്ക് കിട്ടിയ എല്ലാത്തിനും നന്ദി പറയാൻ വേണ്ടി പഠിക്കുക കേട്ടോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നേടിയെടുത്തിട്ടൊക്കെ ഉള്ള സമയത്തേക്ക് നമ്മൾ കിടക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ കുഞ്ഞു കാര്യമായിക്കോട്ടെ, നമുക്ക് 4 നേരം കഴിക്കാൻ ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അതാണെങ്കിൽ പോലും ഇന്നലെ കിട്ടിയതിനും ഇന്നൊരു ദിവസം നൽകിയതിനൊക്കെ നന്ദി പറഞ്ഞിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, സ്വപ്നം കാണാം. കുറച്ച് സമയം ഇതിനായിട്ട് കണ്ടെത്തണം കേട്ടോ. നിങ്ങൾ എപ്പോഴും ടൈം മാനേജ് ചെയ്തിട്ട് വേണം. ഞാനൊരു ടൈം മാനേജ്മെന്റിന്റെ വീഡിയോന് മുന്നേ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി നോക്കാം കേട്ടോ. അപ്പം ടൈം മാനേജ് ചെയ്ത് തന്നെ എഴുന്നേക്കണം. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വിഷ്വലൈസ് ചെയ്യാനിരിക്കുക. ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇന്നിപ്പം എന്റെ യൂട്യൂബിൽ കുറെ വ്യൂസ് വരും, അല്ലെങ്കിൽ ലൈക്സ് വരും. ഇതൊക്കെയാട്ടോ ഞാൻ ഡ്രീം കാണാറ്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ വെറുതെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിൽ ഒരു സ്വപ്നം കാണാൻ കുറച്ചു നേരം, ഇന്നത്തെ ദിവസം ഇന്നതൊക്കെ നടക്കുമോ എന്നുള്ളത്. അത് നമ്മളെ സത്യം പറഞ്ഞാൽ എഴുന്നേറ്റ് നമ്മൾ പോകുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കും, സന്തോഷമുള്ള ദിവസമായിരിക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഹാപ്പി ആയിട്ട് ചെയ്തു തുടങ്ങും ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. പിന്നെ ലൈഫിലേക്ക് എന്ത് വേണമെങ്കിലും വരാട്ടോ. അത് നമ്മളെ ലൈഫ് ദിവസം എന്താണോ എങ്ങനെയാണോ അത്
അതുപോലെ ഉണ്ടാവും. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ആവാൻ ശ്രമിക്കുക. വിഷ്വലൈസ് ചെയ്യാനും പ്രെയർ ചെയ്യാനും ഗ്രാറ്റിറ്റ്യൂഡും ഈ കാര്യങ്ങളൊക്കെയാണ് ആദ്യം ഞാൻ കൊടുക്കുന്ന കാര്യം. പിന്നെ അതോടൊപ്പം നിങ്ങൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യാൻ. ഞാൻ വെറും ജസ്റ്റ് 5 മിനിറ്റ് ചെയ്യാറ്. കാരണം എനിക്ക് ടൈം അത്രയും എടുക്കാൻ ഉള്ള ടൈം അന്നേരം ഇല്ല. കുഞ്ഞു മക്കളാണ്, അവരുടെ എല്ലാ കാര്യവും നോക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നടക്കുവോ എന്തെങ്കിലും ഒരു കാര്യം മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പം ബെഡിൽ തന്നെ ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാം. അത് നമ്മൾ ബോഡീനെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കുക. നമ്മൾ അത്രയും നേരം ഭയങ്കര റിലാക്സ് ചെയ്തിട്ടിരിക്കുന്ന സമയമായിരിക്കുമല്ലോ, അത് നമ്മുടെ ബോഡി കുറച്ചൊരു എനർജി തരും കേട്ടോ. ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കൊരു വ്യത്യാസം മസ്റ്റായിട്ടും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് കുറച്ചൊരു എനർജറ്റിക് ആവാൻ, നിങ്ങളുടെ ബോഡി കുറച്ചും കൂടി എനർജറ്റിക് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഈ എക്സസൈസ് മസ്റ്റാണ്. എക്സസൈസ് എന്ന് പറയാൻ ചില ആൾക്കാർക്ക് ഹാഫ് ആൻ അവറും അല്ലെങ്കിൽ 1 അവർ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പറ്റുന്ന കാര്യമല്ല. ഞാൻ ഒരു 5 മിനിറ്റ് എങ്കിലും നടക്കാനോ അല്ലെങ്കിൽ ബെഡിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ, മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു എനർജി ഫീൽ ചെയ്യും അന്നത്തെ ദിവസം. ഞാൻ മുന്നേ പറഞ്ഞ പ്രയറും ഗ്രാറ്റിറ്റ്യൂഡ് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനും നല്ലൊരു എനർജി ഫീൽ ചെയ്യും. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ, ആദ്യമൊക്കെ നിങ്ങൾക്ക് വലിയ ഇതൊന്നും തോന്നില്ല, പക്ഷെ നിങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്തു വരികയാണെങ്കിൽ ഇതിന്റെ വലിയൊരു ചേഞ്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കാണാൻ പറ്റും. ഒരു നല്ല ദിവസമായിരിക്കും, നിങ്ങൾ നല്ലൊരു മനുഷ്യനാവും, പിന്നീട് നിങ്ങളുടെ ചിന്തകളൊക്കെ നല്ല രീതിയിൽ പോവും, നല്ലൊരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരും കേട്ടോ. മസ്റ്റായിട്ടും ഈ വക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ രാവിലെ എഴുന്നേറ്റാൽ പൊതുവെ എല്ലാവരും പറയുന്ന പോലെ ഞാൻ ഒരു അഡ്വൈസ് എന്ന രീതിയിൽ പറയാം, നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. വെള്ളം കുടിക്കുന്നത് നമ്മളെ മൊത്തത്തിൽ, നമ്മളെ മൈൻഡിനായിക്കോട്ടെ നമ്മുടെ ബോഡീനെയൊക്കെ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് മോർണിംഗിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യം, അല്ലെങ്കിൽ ചെയ്ത് നിങ്ങൾക്ക് പല ഗുണങ്ങളും കിട്ടുന്ന കാര്യങ്ങളുമായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെയായിട്ട് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കാം. ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ചെയ്തു നോക്കുക. ഒരു ബിഗ് ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്.